കേരളത്തിൽ റാഡിക്കൽ ഇസ്ലാം പിടിമുറുക്കുന്നുണ്ട് എന്ന് സമ്മതിച്ച മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ. ബുധനാഴ്ച വൈകിട്ട് നടന്ന പത്രസമ്മേളനത്തിലാണ് കേരളത്തിൽ റാഡിക്കൽ ഇസ്ലാം വ്യാപിപ്പിക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് അദ്ദേഹം പരോക്ഷമായി സമ്മതിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തീവ്ര മതനിലപാടുകൾ സ്വീകരിക്കുകയും IS ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്നതായി കണ്ട യുവാക്കളെ റാഡിക്കലൈസേഷൻ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. തീവ്ര മതനിലപാടുകളിലൂടെ IS ആശയങ്ങളിൽ ആകൃഷ്ടരായി യുവാക്കൾ വഴിതെറ്റാതിരിക്കാൻ വിവിധ ജില്ലകളിലെ മഹല്ലുകളിലെ പുരോഹിതന്മാരെയും മഹല്ല് ഭാരവാഹികളെയും ഉൾപ്പെടുത്തി കൗണ്ടർ റാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2018 മുതൽ വിവിധ ജില്ലകളിലെ മഹലുകളിലെ പുരോഹിതന്മാരെയും മഹല് ഭാരവാഹികളെയും ഉൾപ്പെടുത്തി കൗണ്ടർ റാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കോവിഡ് കാരണം ആ പ്രവർത്തനങ്ങൾ 2020 മുതൽ നിർത്തിവെച്ചിരിക്കുകയാണ്. റാഡിക്കൽ ഇസ്ലാം പിടിമുറുക്കുന്നത് കൊണ്ടല്ലേ മുസ്ലിം പുരോഹിതന്മാരെ ഉൾപ്പെടുത്തി കൗണ്ടർ റാഡിക്കലൈസേഷൻ നടത്തേണ്ടി വരുന്നത്? ഇത് മറ്റു മതസമൂഹങ്ങളോട് ബന്ധപ്പെട്ട് ഇതുവരെ ആവശ്യം വന്നിട്ടില്ല താനും. ഇനി അതേ പത്രസമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് തീവ്രവാദത്തിന് മതമില്ലെന്നാണ്. പക്ഷേ മതത്തിൽ തീവ്രവാദം പിടിമുറുക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പരോക്ഷമായി സൂചന നൽകുന്നു. വീണ്ടും മുഖ്യമന്ത്രി തന്നെ ഉറപ്പിച്ചു പറയുന്നു, 2019 വരെ ISൽ ചേർന്ന 100 പേരിൽ 95 പേർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന്. ബാക്കി 5 പേർ മറ്റ് മതങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷം ISൽ ചേർന്നവരും. ആരും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിക്കരുതേ, തീവ്രവാദത്തിന് മതമില്ല കേട്ടോ. ഇനി നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി. നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ നാർക്കോട്ടിക് മാഫിയ ഉണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയും മയക്കുമരുന്ന് കച്ചവടവും മതവുമായി യാതൊരു ബന്ധവുമില്ല. കേരളത്തിൽ മയക്കുമരുന്ന് കൈവശം വെച്ച് 2020 അറസ്റ്റ് ചെയ്തവരിൽ 49.8% ഹൈന്ദവരും 34.47% മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും 15.73% ക്രൈസ്തവരും ആണത്രേ. മുഖ്യമന്ത്രിയുടെ കണക്കിലെ കളികൾ ഒരുപക്ഷെ ശരിയാകാം. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് 1 ഗ്രാം കഞ്ചാവ് വരെ കൈവശം വെച്ചവരെ ഉൾപ്പെടുത്തിയ കേസുകളുടെ ശതമാന കണക്ക് ആണ് എന്ന് ഓർക്കുക. അദ്ദേഹത്തിന്റെ കണക്ക് പുസ്തകത്തിൽ വൻതോതിൽ മയക്കുമരുന്ന് വിദേശങ്ങളിൽ നിന്ന് എത്തിക്കുന്നവരുടെയോ അത് മൊത്തമായി വിതരണം നടത്തുന്നവരുടെയോ പേരുകൾ എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 2 മാസങ്ങളിൽ മലയാള പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്ന പ്രതികളുടെ പേരടക്കമുള്ള വാർത്തകൾ അനുസരിച്ച് ഒട്ടുമിക്ക മയക്കുമരുന്ന് വേട്ടകളിലെ മിക്കവാറും പ്രതികളും മയക്കുമരുന്ന് ഹറാമായ മതവിഭാഗത്തിലെ ആളുകളാണ്. അങ്ങനെയെങ്കിൽ അവർ കൈവശം വെച്ച അനേകായിരം കോടി വിലയുള്ള വമ്പൻ ശേഖരം മയക്കുമരുന്നുകൾ ആർക്കു വേണ്ടി ഉള്ളതായിരുന്നു? മാത്രമല്ല 2020 അപേക്ഷിച്ച് 2021 പിടിക്കപ്പെട്ട പ്രതികളിൽ ഭൂരിഭാഗവും മയക്കുമരുന്ന് ഹറാമായ സമുദായത്തിലെ അംഗങ്ങൾ ആണെങ്കിൽ ആ മയക്കുമരുന്നിന്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു? മയക്കുമരുന്ന് ഹറാമായി കാണുന്ന ആ പ്രതികൾ ആരെ ലക്ഷ്യം വെച്ചായിരുന്നു അത് വിതരണത്തിന് തയ്യാറാക്കിയത്? അങ്ങനെ കിട്ടുന്ന പണം ആരുടെ കൈകളിലേക്കാണ് എത്തിയത്? എന്തിനു വേണ്ടിയാണ് ആ പണം ഉപയോഗിക്കപ്പെടുന്നത്? 2020 അപേക്ഷിച്ച് 2021 മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ കേസുകൾ കുത്തനെ വർദ്ധിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി വിശദമായ അന്വേഷണത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി ഉത്തരവിട്ടാൽ ആ അന്വേഷണം ചെന്ന് അവസാനിക്കുക പാലാ ബിഷപ്പ് എടുത്തു പറഞ്ഞ നാർക്കോ ജിഹാദിലായിരിക്കും. അത്തരമൊരു അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാണോ? പ്രേക്ഷകരുടെ അറിവിലേക്കായി കഴിഞ്ഞ 2 മാസത്തിൽ അന്വേഷണ ഏജൻസികൾ നടത്തിയ മയക്കുമരുന്ന് വേട്ടകളെ അടിസ്ഥാനമാക്കിയുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാണുക.
ഇനി പ്രേക്ഷകർ വിലയിരുത്തുക, മുഖ്യമന്ത്രി പറഞ്ഞ വസ്തുതകൾ പൂർണ്ണമായും ശരിയോ?